നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. അഫാനെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷവും പുറത്തു വരുന്നത് നിർണായക വിവരങ്ങൾ തന്നെയാണ്. ഇപ്പോഴത്തെ അഫാനും ഉമ്മയും അനുജനും ഉപ്പയും ഒക്കെയായി സന്തോഷമായി ജീവിച്ച വീട്ടിലേക്ക് അഫാനുമായി തെളിവെടുപ്പിന് എത്തിയിരിക്കുകയാണ് പോലീസ് സംഘം. 3 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി. ഏറ്റവും നിർണായകമായ വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് അഫാന്റെ അച്ഛൻ, അതായത് റഹീമിന് ഒരു പ്രധാനപ്പെട്ട ഒരു ചാനൽ, അതായത് 24 ന്യൂസ് ചാനൽ റഹീമിന് ഒരു വീട് വെച്ച് നൽകാം എന്നൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. മുൻപ് കൊല്ലം സുധിയുടെ ഭാര്യയ്ക്കും സമാനമായ രീതിയിൽ വീട് വെച്ച് നൽകാം എന്നൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് പല കാരണങ്ങളാൽ അത് വിടുകയായിരുന്നു. എന്നാൽ പകരം മറ്റൊരു സംഘടന ഇവർക്ക് വീട് വെച്ച് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു പ്രശ്നം ദുരുപയോഗം ചെയ്യുകയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ അപ്പോഴും ഇന്ന് രാവിലെ ആ വാർത്ത മോർണിംഗ് ഷോയിലാണ് നടന്നത്. മോർണിംഗ് ഷോ ഞാനും കണ്ടതാണ്. അതിൽ റഹീമിന്റെ വിവരങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ പലരും കമന്റ് ഇട്ടിരിക്കുകയാണ്, എന്തിനാ അദ്ദേഹത്തെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്, കഴിയുമെങ്കിൽ എന്തെങ്കിലും സഹായം നൽകൂ എന്ന് പറയുന്നു. നിമിഷ നേരം കൊണ്ടാണ് ഈ ശ്രീകണ്ഠൻ നായർ, അദ്ദേഹം തന്നെയാണ് റഹീമിനോട് പറയുന്നത് 24 കുടുംബം നിങ്ങൾക്കൊരു വീട് വെച്ച് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത്. അതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ് അല്ലെ നമുക്ക് നമുക്കറിയാം. ഇപ്പോൾ അഫാൻ ഇപ്പോൾ ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് പൂർത്തിയായി കഴിഞ്ഞാൽ അഫാൻ തീർച്ചയായിട്ടും ജയിലിൽ പോകും. അതിനുള്ള ഒരു പഴുതടച്ചിട്ടുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് അഫാൻ ഇപ്പോൾ ജയിലിൽ പോയി എത്ര വർഷമായിരിക്കും ശിക്ഷ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. അതൊക്കെ അത് കഴിഞ്ഞ ശേഷം മാത്രമാണ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞാലും ഇവിടെ ഒരു അച്ഛനും അമ്മയും ഉണ്ട്. അവരുടെ ജീവിതം, ഇനി മുന്നോട്ടുള്ള ജീവിതം എന്ത് എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുകയാണ്. ബന്ധുക്കളുടെ വീട്ടിലോട്ട് പോകാനായിട്ട് സാധിക്കില്ല. 2 മക്കളെ നഷ്ടപ്പെട്ടു. അതിലൊരു മകന്റെ നഷ്ടപ്പെടുത്തിയത് മറ്റൊരു മകനാണ്. സത്യം പറഞ്ഞാൽ അവരുടെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ വാർത്ത നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് തന്നെ അറിയാം എത്രത്തോളം ഉണ്ടാകും അവരുടെ വേദന എന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് അവർക്കൊരു ആശ്വാസം, ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് വളരെ ഒരു ആശ്വാസകരമാകുന്ന ഒരു വാർത്തയാണ്. ഏതായാലും മറ്റേ SKN40 വെഞ്ഞാറമൂട് നടന്നിട്ടുള്ള ഒരു മോർണിംഗ് ഷോയിലാണ് അദ്ദേഹം റഹീമിനോട് സംസാരിക്കുന്നതും. അപ്പോൾ അദ്ദേഹത്തിനൊപ്പം തന്നെ തുടക്കം മുതൽ ഒപ്പം നിൽക്കുന്ന, സഹായിക്കാനായിട്ട് ഒപ്പം നിന്നിരുന്ന ആളുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീകണ്ഠൻ നായർ ചോദിക്കുന്നുണ്ട്, സ്ഥലമുണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവരിൽ ഒരാൾ പറയുന്നുണ്ട്, സ്ഥലമുണ്ട്, ഇവർക്ക് എന്തോ ഒരു ബന്ധുക്കളുടെ അടുത്ത് എന്തോ കുറച്ച് സ്ഥലമുണ്ട്, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു മാസം പറ്റുവാണെങ്കിൽ ഈ ഒരു മാസം തന്നെ വീട് വയ്ക്കാനുള്ള എല്ലാ പണികളും ആരംഭിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് ജനങ്ങളോട് കൂടിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അത് നടപ്പിലാക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം പൊതുമധ്യത്തിലാണ്. അതെ. പിന്നെ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ ഒരു വാക്ക് അദ്ദേഹത്തിന് കൊടുക്കേണ്ട കാര്യമില്ല. വെറുതെ ഇപ്പോൾ ഒരു ചാനലിന്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തോട് കൈ കൊടുത്തിട്ടാണ് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ശ്രീകണ്ഠൻ നായർ ചോദിക്കുന്നുണ്ട്, ഇനി ആ വീട്ടിലോട്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയാണോ എന്നുള്ളത്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഒരിക്കലുമല്ല. ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ട് പണിതൊരു വീടാണ്, ഒരുപാട് അധ്വാനിച്ച് പണിതൊരു വീടാണ്. ആ വീട്ടിൽ വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു അതിക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർക്ക് ആ വീട്ടിലോട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് നമുക്കറിയാം. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അവർക്ക് വീട് വെച്ച് നൽകാമെന്നുള്ള ഉറപ്പ് നൽകുന്നത്. അതിനുശേഷം റഹീമും ഷെമിയും അവിടെ ജീവിക്കും. അത് എന്താ പറയാ, അവർക്ക് ഇനി പഴയൊരു ജീവിതത്തിലോട്ട് എത്രത്തോളം തിരിച്ചു വരാൻ സാധിക്കും എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. ഈ ഷെമിയുടെ ചികിത്സയ്ക്ക് 1 വർഷത്തോളം ഇനിയും ചികിത്സിക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ആ വീട്ടിലോട്ട് പോകാൻ സാധിക്കില്ല, ബന്ധുക്കളുടെ വീട്ടിലോട്ട് പോകാൻ സാധിക്കില്ല. പക്ഷെ അവർ വഴിയാധാരമാവില്ല. ഇത്തരത്തിലൊരു വീട് അവർക്ക് വെച്ച് നൽകാമെന്നുള്ള ഒരു ഉറപ്പാണ് ഇപ്പോൾ ചാനൽ നൽകിയിരിക്കുന്നത്. ഏതായാലും അത് നടക്കട്ടെ എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായിട്ടും. അതായത് സത്യത്തിൽ റഹീമാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ പെട്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹത്തിന് ഈ ഷെമി എന്ന് പറയുന്ന തന്റെ ഭാര്യ ഈ പച്ചക്കള്ളത്തരം തന്റെ മുഖത്ത് നോക്കി പറയുന്നത് കേട്ട് സഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. കാരണം റഹീമിന് അറിയാം എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് അറിയാം, എങ്ങനെയാണ് ഓരോരുത്തരെയും കൊന്നതെന്ന് വ്യക്തമായിട്ട് അറിയാം. അപ്പോഴും ഈ ഷെമി എങ്ങനെയാണ് വീണതെന്ന് പോലും നന്നായിട്ട് അറിയാം. പക്ഷെ അപ്പോഴും ഈ ഷെമി ഭർത്താവിനോട് അടക്കം പറയുന്നത് എന്താണ്, താൻ കട്ടിലിൽ നിന്നും വീണതാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ സത്യത്തിൽ ഈ റഹീമിന് തോന്നുന്ന ഒരു സംശയം, ഇളയ മകൻ തന്റെ മകൻ തന്നെയല്ലേ, ഇളയ മകനോടും നീതി പുലർത്തേണ്ട ഒരു സാഹചര്യം അവർക്കില്ലേ, എന്തുകൊണ്ടാണ് ഷെമി ഇങ്ങനെ ഈ നമ്മുടെ അഫാനെ ഈ കുമ്പസാര കൂട്ടിൽ കയറ്റി നിർത്തുന്നത്, ഒരു പുണ്യാളനാക്കി മാറ്റുന്നത് എന്നുള്ള അടക്കമുള്ള സംശയങ്ങളാണ് ഉയരുന്നത്. പലതരത്തിലുമുള്ള കമന്റുകൾ ചോദിക്കുന്നുണ്ട്. ഒന്നാമത് പ്രധാനമായി അവർ ചോദിക്കുന്നത് ഈ എന്താണ് ഈ അഫാൻ തന്നെ സമ്മതിച്ച കാര്യം തന്നെയല്ലേ, കൊല്ലപ്പെടുത്തിയത് അഫാൻ തന്നെ സമ്മതിച്ച കാര്യമല്ലേ, പിന്നെ എന്തിന് നമ്മുടെ ഇവർ ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്നുള്ളത്. അതായത് ഷെമിയുടെ ഉത്തരം എന്തിന് കേൾക്കാനായി കാത്തു നിൽക്കണം, അല്ലെങ്കിൽ അത് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തിന് ഈ ഒരു കേസ് പാതി വഴിയിൽ നിർത്തണം എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ അത് അങ്ങനെയല്ലല്ലോ. കാരണം എല്ലാ കാര്യങ്ങളും അറിയാനിട്ടും
എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഷെമി ഇങ്ങനെ പറയാതിരിക്കുന്നു എന്നുള്ളതാണ്. മകനെ സ്നേഹിക്കാൻ, മകനെ സ്നേഹിച്ച ഒരു അമ്മയാണെങ്കിൽ നേരത്തെ തന്നെ ഇവൻ ദൂർത്തടിക്കുമ്പോഴും ഇവന്റെ ഭാഗത്ത് നിന്ന് മോശമായ പെരുമാറ്റം അമ്മയ്ക്ക് ഉണ്ടാകുമ്പോഴും ഒക്കെ തന്നെ പ്രതികരിക്കാതിരുന്ന അമ്മ പെട്ടെന്ന് എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ്. സത്യത്തിൽ റഹീമാണ് ഇവിടെ എന്താണ് ഒരു നടുകടിലായി നിൽക്കുന്നത്. ഈ ഷെമി പറയുന്ന കള്ളത്തരം കേട്ട് മടുത്ത ഒരു സാഹചര്യം, ഷെമിയുടെ ആരോഗ്യാവസ്ഥ ഇങ്ങനെ, സ്വന്തം അമ്മ പോയി, ജ്യേഷ്ഠൻ പോയി, മകൻ പോയി, മകൻ ഇങ്ങനെ ജയിലിലാകുന്നു. പിന്നെ മറുവശത്ത് ഈ അഫാനെ കാണണ്ട, സാമ്പത്തികപരമായുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയൊക്കെ തന്നെ നടുക്കടൽ നിൽക്കുന്ന റഹീമിന് ഈ ഒരു വാർത്ത സത്യത്തിൽ സമാധാനത്തിന്റെ കൂടി വാർത്ത തന്നെയാണ്. പക്ഷെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു, ഞാൻ എന്തിനാണ് ഈ സമ്പാദിക്കുന്നത്, എനിക്ക് ഇളയ മകനില്ല, മൂത്ത മകനില്ല, ഇനി എന്റെ വീട്ടിൽ സന്തോഷമില്ല, ഞാൻ പിന്നെ ഇനി എന്തിനാ സമ്പാദിക്കണമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പക്ഷെ ചികിത്സാ ചെലവിനൊക്കെ വേണ്ടി നിരവധി കാശ് അല്ലെങ്കിൽ പൈസ ആവശ്യമായി വരും. ഇപ്പോൾ ഈ ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു കേസിന്റെ ഒരു ഇതില് വലിയ രീതിയിലുള്ള വാർത്താ അറ്റൻഷൻ, വാർത്താ പ്രാധാന്യം ഒക്കെ തന്നെ ഇവരെ ചുറ്റിപ്പറ്റി ഉള്ളതിനാൽ തന്നെ ഇപ്പോൾ ഒളിഞ്ഞിരിക്കുന്ന കടക്കാരൊന്നും പുറത്തേക്ക് വരില്ല. കുറച്ചു നാൾ കഴിയുമ്പോൾ, ഏകദേശം ഒരു വർഷം കഴിയുമ്പോൾ, ഈ ഒരു വാർത്ത എല്ലാവരും നിന്നും മറന്നു കഴിയുമ്പോൾ ഈ കടം കൊടുത്ത ആളുകളിൽ നിന്നുള്ള ശല്യം നിരന്തരം ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല. അവരെയും ഒന്ന് ഒതുക്കേണ്ട ഒരു ഘട്ടമാണുള്ളത്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഇത്രയും കടങ്ങൾ ഇനി അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. റഹീമിന് അറിയില്ല ഇത്രയും കടങ്ങൾ എങ്ങനെയാണ് വന്നത് എന്നുള്ളത്. അതും അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആരെങ്കിലും അദ്ദേഹത്തിന്റെ ഈ ഒരു അവസ്ഥ കണ്ട് അദ്ദേഹത്തിന് ഒരു ജോലി കൂടെ നൽകുമായിരുന്നെങ്കിൽ നന്നായി തന്നെ അല്ലെ. കാരണം എന്തായാലും ഇനി ഗൾഫിലോട്ടൊന്നും പെട്ടെന്നൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. പോകാൻ സാധിക്കില്ല, കാരണം അദ്ദേഹത്തിന്റെ കേസും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഭാര്യയുടെ അവസ്ഥ എങ്ങനെയാണ്, പിന്നെ ഈ പറഞ്ഞ പോലെ അവരെ ഇനി ഒറ്റയ്ക്കാക്കിയിട്ടൊന്നും പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എന്തായാലും നാട്ടിൽ തന്നെ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. മാത്രമല്ല മുൻപോട്ട് കുറച്ചു കാലൊക്കെ ഈ പറയുന്ന പോലെ ആരുടെയും സഹായമൊക്കെ ലഭിക്കുന്നുണ്ടാവും. ഇപ്പോൾ അവരുടെ ചികിത്സാ കാര്യങ്ങൾക്കാണെങ്കിലും ആരുടെ കയ്യിലൊക്കെ സഹായം ഉറപ്പായിട്ടും ലഭിക്കുന്നുണ്ടാവും. പക്ഷെ എത്ര കാലം നമുക്കിങ്ങനെ ഒരാളുടെ സഹായം ലഭിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് ഒരു ചോദ്യമാണ്. എന്തായാലും മുൻപോട്ട് പോകുമ്പോൾ അവർക്ക് പണം വേണം. അപ്പോൾ ഈ പറയുന്ന പോലെ ആരെങ്കിലും ഈ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ജോലിയും കൂടെ അദ്ദേഹത്തിന് നൽകുമായിരുന്നെങ്കിൽ, അദ്ദേഹത്തെ കൊണ്ട് പറ്റാവുന്ന ജോലി അത് നൽകുമായിരുന്നെങ്കിൽ വളരെ നല്ലതായനെ. അപ്പോൾ ഈ കടങ്ങളൊക്കെ വീട്ടിൽ കൊണ്ട് പോകാനും മുൻപോട്ട് അവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു സാഹചര്യം അത് ഒരുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം ഈ ഒരു അവസ്ഥ അറിഞ്ഞെങ്കിലും നമുക്ക് അത് തന്നെ പറയാനുള്ളത്, ഈ ഒരു അവസ്ഥ ഇത്രയെങ്കിലും അറിഞ്ഞെങ്കിലും ഈ ഷെമി ഒന്ന് വാ തുറന്നിരുന്നെങ്കിൽ എന്നുള്ള കാര്യമാണ്. റഹീമാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ, നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് ഇത്തരത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ആരെങ്കിലും കൊണ്ടൊക്കെ ഒന്ന് തുറന്ന് പറയിപ്പിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അത് നന്നായി. പക്ഷെ ഇന്ന് തെളിവെടുപ്പിന്റെ കാര്യങ്ങൾ ഇന്ന് ആരംഭിച്ചു. തെളിവെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ആ വീട്ടിലേക്ക് ഇന്ന് രാവിലെ തന്നെ എത്തിയിരുന്നു. 3 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ കഴിഞ്ഞ ദിവസം വിട്ടത്. അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. അതിനുശേഷം പോലീസ് പ്രധാനമായി ആലോചിക്കുന്നത് ഷെമിയെ ഒന്ന് കാണിച്ചാൽ, ഷെമിയും അഫാനും തമ്മിൽ ഒന്ന് കണ്ടുമുട്ടൽ ഒരുപക്ഷെ സത്യം പറയാനുള്ള സാധ്യത ഉണ്ടല്ലോ എന്നുള്ളതാണ്. അഫാൻ ഏതായാലും റഹീം കാണുന്നില്ല എന്ന് തറപ്പിച്ച് അദ്ദേഹം പറയുകയാണ്. പക്ഷെ ഷെമി കാണണമെന്ന് ഇങ്ങനെ ആവർത്തിച്ച് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അഫാനെ ഒന്ന് കാണിപ്പിക്കാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അത് എങ്ങനെയെന്ന് അറിയില്ല. കാരണം സാധാരണഗതിയിൽ പോലീസ് കസ്റ്റഡിയിലുള്ള ഒരു വ്യക്തിയെ കാണണമെങ്കിൽ പോലീസിന്റെ ഒക്കെ തന്നെ അനുമതി വേണം. പിന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന് കാണും, കസ്റ്റഡിയിൽ നിന്ന് കാണണം, അല്ലാതെ ആ വ്യക്തി ഉള്ളിടത്തേക്ക് കൊണ്ടുപോകത്തില്ലല്ലോ. അപ്പോൾ അതിലൊരു ഈ പറഞ്ഞ പോലെ പ്രോട്ടോകോളിന് ഒരു പ്രശ്നമൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ഒരു കൃത്യമായ ക്ലീൻ ചീട്ട് നൽകാൻ തന്നെയാണ്. ക്ലീൻ ചീട്ട് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് പോലീസ് കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഇനി തെളിവുകളും അതുപോലെ തന്നെ സാക്ഷിമൊഴികളും ഒക്കെ തന്നെ ഉണ്ടാകണം. പ്രധാനമായും സാക്ഷി എന്ന് പറയുമ്പോൾ ഈ ഒരു കേസിൽ ഉണ്ടാകുന്നത് ആ കടക്കാരാണ്, അഫാനെ തിരിച്ചറിഞ്ഞ കടക്കാരാണ്. പിന്നെ സാക്ഷി എന്ന് പറയുമ്പോൾ അഫാൻ ആ ഓട്ടോയിൽ പോയിരുന്നല്ലോ, ആ ഓട്ടോക്കാരൻ ശ്രീജിത്ത് എന്ന് പറയുന്ന ആ ഓട്ടോ ഡ്രൈവർ, അദ്ദേഹം സാക്ഷിയായിട്ട് മാറും എന്നുള്ളതാണ്. അങ്ങനെ ആണ് ഈ കാര്യങ്ങളുടെ ഒരു നീക്കം എന്ന് പറയുന്നത്. പിന്നെ ആരും കണ്ടിട്ടില്ല, പിന്നെ അയൽക്കാരാണെങ്കിലും ആരും കണ്ടിട്ടില്ല. പിന്നെ ഒരാൾ രാവിലെ അനിയനായിട്ട് വണ്ടി പോകുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അല്ലാതെ പിന്നെ ആരും ഇതുവരെയായിട്ടും നേരിട്ട് കണ്ടോ അല്ലെങ്കിൽ ശബ്ദം പോലും കേട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ ഒരു 3 ക്രൈം നടന്ന വീടുകളിലും അയൽക്കാർ പോലും കണ്ടിട്ടില്ല. പിന്നെ CCTV ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും അത് ഈ നിലവിളിച്ച ഒറ്റ നിലവിളി അതിൽ അങ്ങ് തീർന്നു. പിന്നെ മാത്രമല്ല ഇങ്ങനെ തുടർച്ചയെ നിലവിളിക്കുന്നില്ലല്ലോ, ഒരൊറ്റ എന്നൊരു വിളി. ഇപ്പൊ നമ്മളായിരുന്നാലും ദൂരെ ഒരു വീട്ടിൽ നിന്ന് ഒരു നിലവിളി കേട്ടാൽ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കും. നമ്മൾ ആദ്യം വിചാരിക്കും തോന്നിയതാണ് അല്ലേ, പിന്നെ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കും, വീണ്ടും ആവർത്തിച്ച് കേൾക്കുന്നുണ്ടോ നോക്കും. പക്ഷെ ഇല്ലാതാവുമ്പോൾ നമ്മളത് വിടും. ആ കാര്യം എന്തോ തോന്നിയതാണെന്ന് നമ്മൾ സ്വയമേ തന്നെ നമ്മളെ തന്നെ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മളങ്ങ്
നീങ്ങും. അപ്പോ അങ്ങനെ അതും കൂടി പോലീസ് സംശയമുണ്ട്. കാരണം എങ്ങനെയാണ് ഇങ്ങനെ നിലവിളി പുറത്തു വരാതെ ചുറ്റിയേക്ക് അടിച്ചത് എന്നുള്ള ഒരു സംശയം വല്ലാത്ത രീതിയിൽ പോലീസിനുണ്ട് എന്നുള്ളതും കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് 23 വയസ്സുകാരനായ ഈ അഫ്വാനെ കൃത്യമായി പോലീസിന് പഠിക്കേണ്ടതുണ്ടെന്ന് പറയുന്നത് ഇനിയിപ്പോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇനിയിപ്പോ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം മാത്രമായിരിക്കും ഇനി അടുത്ത എന്തായാലും എനിക്ക് അവിടെ പോയിട്ട് ഇനി അഫ്വാൻ ഏത് രീതിയിലായിരിക്കും കാര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുക എന്നുള്ളത്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാം. പക്ഷെ ഈ ഒരു വീട്ടിലാണ് അഫ്വാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയിരുന്ന രണ്ടുപേരായിരുന്നു ഇവിടെ. അപ്പോൾ മറ്റുള്ള അവിടെ പോയി സംസാരിച്ചിരുന്ന രീതിയിൽ തന്നെയാണോ അതോ ഇവിടെ വരുമ്പോൾ വൈകാരികമായിട്ടാണോ ഇനി പെരുമാറുക എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അതൊക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്കറിയാം അടുത്ത മണിക്കൂറിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യം.